Hello friends, welcome to my YouTube channel Haru and Tanu. സവാള കൊണ്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 4 മീഡിയം സൈസ്ഡ് സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം 1.5 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വളരെ ചെറുതായിട്ട് മുറിച്ച 2 പച്ചമുളക്, ഗ്രേറ്റ് ചെയ്തതോ അഥവാ ചതച്ചതോ ആയിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില കൈകൊണ്ട് ചെറുതായിട്ട് ഒന്ന് മുറിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞ നിറത്തിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് വെള്ളം ചേർക്കണ്ട, സവാളയിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. കുറച്ചു നേരം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു കാരണവശാൽ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏതായാലും കുറേശ്ശെ നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൂട്ട് നമുക്ക് ഇതുപോലെ ചെറിയ റൗണ്ട്സ് ആക്കി മാറ്റി വെക്കാം. അതിനുശേഷം എണ്ണ ചൂടായിട്ട് കൈ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്കിട്ട് വറക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്ക് വറുത്ത് കോരാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കൈ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായയോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചൂടായ എണ്ണയിലേക്ക് ഈ കൂട്ട് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് സാവധാനം തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ വറുത്ത് കോരാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, ആ ഒരു ടെൻഷനേ വേണ്ട. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം. ബാക്കിയിരിക്കുന്ന സ്നാക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പമാണല്ലേ. ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.